അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ. പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ. പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. സൃഷ്ട്വാഖിലം ജഗദിദം സദസത്സ്വരൂപം ശക്ത്യാ സ്വയാ ത്രിഗുണയാ പരിപാതി വിശ്വം. സംഹൃത്യ കൽപ്പസമയേ രമതേ തഥൈകാ താം സർവജനനീം മനസാ സ്മരാമി. മാതർമേ മധുകൈടഭോഗ്രമഹിഷ പ്രാണാപഹാരോദ്യത്തെ. ഹേലാനിർമ്മിത ധൂമ്രലോചനവധേ. ഹേ ചണ്ഡമുണ്ഡാർദിനി നിശേഷീകൃതരക്തബീജദനുജേ. നിത്യേ നിസുംഭാപഹേ സുംഭധ്വംസിനി സംഹരാശു ദുരിതം. ദുർഗേ നമസ്തേംബികേ. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശ മേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം. അസൂയാമാത്സര്യാദ്യനുപമമനോരോഗശമനപ്രവീണാം വാണിം സൽപ്രകരപരമാഹ്ലാദജനനിം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ.
അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ കാരുണ്യമെന്നിൽ നിറയാൻ കൽമഷങ്ങൾ ഒഴിയാൻ കാരുണ്യമെന്നിൽ നിറയാൻ കൽമഷങ്ങൾ ഒഴിയാൻ കാവ്യഭംഗി ഉണരാ തവ കാലിലൊന്നു തൊടുവാൻ കാവ്യഭംഗി ഉണരാൻ തവ കാലിലൊന്നു തൊടുവാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ മാല ചാർത്തിയണയൂ മമ മാലകന്നു കഴിയാൻ മാല ചാർത്തിയണയൂ അമ്മേ മാലകന്നു കഴിയാൻ മമ മാലകന്നു കഴിയാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയെന്നിൽ കനിയാൻ ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയായി കനിയാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ ദേവി തന്റെ ചരിതം അതിസുന്ദരം വേദസാരം ദേവി തന്റെ ചരിതം അതിസുന്ദരം വേദസാരം വ്യാസദേവരചിതം ഇതു വ്യസനജാല നാശം വ്യാസദേവചരിതം ഇതു വ്യസനജാല നാശം വ്യസനജാല നാശം അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ
ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജനമേ ജയനായി നൽകി ജന്മപുണ്യം അമ്മയെന്നും. ജന്മപുണ്യം അമ്മയെന്നും. അമ്മയെ അറിയാ ആ നന്മയിൽ അലിയാ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. അക്ഷരമലരുകളാക്കി വെക്കാമക്ഷയ പുണ്യം തരേണേ. അക്ഷരമലരുകളാക്കി വെക്കാമക്ഷയ പുണ്യം തരേണേ. അമ്മേ അക്ഷര പുണ്യം തരേണേ. അച്യുത പുണ്യം തരേണേ. അമ്മയെ അറിയാ ആ നന്മയിൽ അലിയാ. അമ്മയെ അറിയാ ആ ഉണ്മയിൽ അലിയാ. അമ്മയെ അറിയാ. അമ്മയെ അറിയാ. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം 4-ാമത്തെ സ്കന്ധത്തിൽ 22-ാമത്തെ അധ്യായത്തിൽ 42-ാമത്തെ ശ്ലോകം മുതൽ 52 കൂടിയുള്ള ശ്ലോകങ്ങളാണ്. അവസാനത്തെ 11 ശ്ലോകങ്ങളാണ് ഇന്ന് നാം പാരായണം ചെയ്തും ഭാഷാഗാനമായി പാടിയും പിന്നീട് പ്രഭാഷണ രൂപത്തിലും അനുസ്മരിക്കുന്നത്. അപ്പോൾ ആ 42-ാമത്തെ ശ്ലോകം മുതൽ പാരായണം ആരംഭിക്കുന്നു. ഹിരണ്യകശിപോരംശ ശിശുപാല ഉദാഹൃത വിദ്രചിത്തിർജരാസന്ധ ശല്യ പ്രഹ്ലാദ ഇത്യപി കാലനേമിസ്തഥാ കംസ കേശി ഹയശിരാസ്തഥാ അരിഷ്ടോ ബലിപുത്രസ്തു കകുത്മീ ഗോകുലേ ഹത അനുഹ്ലാദോ ധൃതകേതുർഭഗദത്തോധ ബാഷ്കല ലംബ പ്രലംബ സംജാത ഘരോസൗ ധേനുകോ ഭവൽ വാരാഹശ്ച കിശോരശ്ച ദൈത്യൗ പരമദാരുണൗ മല്ലൗ താവേവ സഞ്ജാതൗ ഖ്യാതൗ ചാണൂരമുഷ്ടികൗ ദിതിപുത്രസ്തധാരിഷ്ടോ ഗജ കുവലയാഭിധാ ബലിപുത്രീ ബകീ ഖ്യാത ഭഗസ്തദനുജ സ്മൃത യമോ രുദ്രസ്തഥാ കാമ ക്രോധശ്ചൈവ ചതുർധക
തേഷാമംശൈസ്തു സഞ്ജാതോ ദ്രോണപുത്രോ മഹാബല. അംശാവതരണേ പൂർവം ദൈതേയാ രാക്ഷസാസ്തഥാ ജാതഃ സർവേ സുരാംശാസ്തേ ക്ഷിതിഭാരാവതാരണേ. ഏതേഷാം കഥിതം രാജന്നംശാവതരണം നൃപ സുരാണാം ചാസുരാണാം ച പുരാണേഷു പ്രകീർത്തിതം. യദാ ബ്രഹ്മാദയോ ദേവാ പ്രാർത്ഥനാർത്ഥം ഹരിം ഗതാ ഹരിണാ ച തദാ ദത്തൗ കേശൗ ഖലു സിതാസിതൗ ശ്യാമവർണസ്തതഃ കൃഷ്ണ ശ്വേതസംഘർഷണസ്തഥാ ഭാരാവതരണാർത്ഥം തൗ ജാതൗ ദേവാംശസംഭവൗ. അംശാവതരണം ചൈതൽശൃണോതി ഭക്തിഭാവതാ സർവപാപവിനിർമുക്തോ മോദത്തെ സ്വജനൈർവൃതാ. ഇതി ശ്രീമദ്ദേവി ഭാഗവതേ ചതുർത്ഥസ്കന്ധേ ദ്വാവിംശോऽധ്യായ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ ജഗദംബികായൈ നമഃ. സദാ സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവീ നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ്ദേവി ഭാഗവതം 4-ാമത്തെ സ്കന്ധം 22-ാമത്തെ അധ്യായത്തിൽ 42-ാമത്തെ ശ്ലോകം മുതൽ 52 കൂടിയുള്ള 11 ശ്ലോകങ്ങളെ ഭാഷാഗാനമായി നതോന്നതാവൃത്തത്തിൽ വഞ്ചിപ്പാട്ടിൻ്റെ ഇണത്തിൽ പാടി അമ്മയുടെ തൃപാദങ്ങളിൽ സമർപ്പിക്കുകയാണ്. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ഹിരണ്യകശിപു തന്നെ ശിശുപാലൻ വിദ്രചിത്തി അംശം ജരാസന്ധൻ ശല്യർ പ്രഹ്ലാദംശവും കാലനേമി കംസൻ ഹയശിരസല്ലോകേശി ബലിപുത്രനാണു കാളയായ അരിഷ്ടൻ താനും. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. അനുഹ്ലാദൻ ധൃതകേതു ഭഗദത്തൻ ബാഷ്കലാംശം ലംബനോ പ്രലംബനായി ധരൻ ധേനുകൻ വരാഹനും കിശോരനും പ്രബലരാം ദൈത്യന്മാരും അവരാണു ചാണൂരനും പുഷ്ടികൻ താനും. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ദിതിപുത്രനരിഷ്ടനോ ആനകുവലയാപീഠം ബലിപുത്രി പൂതനയും അനുജൻബകൻ യമൻ രുദ്രൻ കാമൻ ക്രോധം ഇവരുടെ അംശമല്ലോ ബലവാനം ദ്രോണപുത്രൻ അശ്വത്ഥാമാവും. അമ്മേ ദേവി
ഭഗവതി അമ്മേ ലക്ഷ്മി ഭഗവതി അമ്മേ ഭദ്രേ ഭഗവതി അമ്മേ ശരണം. ഭൂഭാരം ഇല്ലാതെയാക്കും അംശാവതാരത്തിൻ മുമ്പേ ദേവദൈത്യരാക്ഷസരും ജനിച്ചുവല്ലോ. പുരാണപ്രസിദ്ധമായ ദേവാസുരന്മാർ തന്നെ അംശാവതാരത്തെ പറ്റി പറഞ്ഞു ഞാനും. അമ്മേ ദേവി ഭഗവതി അമ്മേ ലക്ഷ്മി ഭഗവതി അമ്മേ ഭദ്രേ ഭഗവതി അമ്മേ ശരണം. ബ്രഹ്മാദികൾ ഹരിയോടു അപേക്ഷിക്കാൻ പോയ നേരം കറുപ്പും വെളുപ്പും മൂടിയിഴ നൽകി. അതിനാൽ കൃഷ്ണൻ കറുത്തു സംഘർഷണൻ ശ്വേതവർണം. അവർ ഭൂമിഭാരം തീർക്കാൻ പിറന്നവർ താൻ. ഭക്തിയോടെ അംശാവതാരങ്ങളെ കുറിച്ചു കേട്ടാൽ പാപമുക്തി നേടി സുഖം നേടാൻ കഴിയും. അമ്മേ ദേവി ഭഗവതി അമ്മേ ലക്ഷ്മി ഭഗവതി അമ്മേ ഭദ്രേ ഭഗവതി അമ്മേ ശരണം. ദേവി ശരണം. ലക്ഷ്മി ശരണം. ഭദ്രേ ശരണം. വാണീ ശരണം. മായേ ശരണം. കാളീ ശരണം. ഭദ്രകാളി ശരണം. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സദാ സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം ഇവിടെ 4-ാമത്തെ സ്കന്ധത്തിൽ 22-ാമത്തെ അധ്യായം 42-ാമത്തെ ശ്ലോകം മുതൽ 52 കൂടിയുള്ള ശ്ലോകങ്ങളെ നമ്മളിന്ന് പ്രഭാഷണ രൂപത്തിൽ അമ്മയെ അറിയാൻ എന്ന ഈ അക്ഷരപൂജയിലൂടെ അനുസ്മരിക്കുന്നു. ദേവീ നിന്നുടെ ലീലകൾ പലവിധം പാടുന്ന ദിവ്യാമൃതം. ദേവീ ഭാഗവതം പുരാണതിലകം ശ്രീവ്യാസസാരസ്വതം. ദേവീ വാഴുകയന്റെ നാവിലനിശം വാക്കായി സുഗീതങ്ങളായി. ദേവീ നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു മൂകാംബികേ. ദേവീ നിന്നുടെ പാദപങ്കജമതിൽ വീഴുന്നു ജ്ഞാനാംബികേ. ദേവീ നിന്നുടെ പാദയുഗ്മമതിലായി വീഴുന്നു ജ്ഞാനംബികേ. 4-ാമത്തെ സ്കന്ധത്തിൽ 22-ാമത്തെ അധ്യായത്തിൽ ജനമേജയന്റെ ഒരു ചോദ്യത്തിന് മറുപടിയായി വേദവ്യാസം പറഞ്ഞു, താനഹം സംപ്രവക്ഷ്യാമി സംക്ഷേപേണ ശൃണുഷ്വതാൻ. ഞാനിതിനെക്കുറിച്ചൊക്കെ ചുരുക്കി പറയാം. എന്താ ചുരുക്കി പറഞ്ഞു തുടങ്ങിയത് നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ കേട്ടു. ഈ കൃഷ്ണാവതാര സമയത്ത് യാദവന്മാര്, പാണ്ഡവന്മാര്, കൗരവന്മാര് ഇങ്ങനെയുള്ള ആളുകളൊക്കെ ആരായിരുന്നു, ആരുടെ അംശമാണ് എന്ന് പറയുകയാണ്.
അപ്പോൾ ശ്രീകൃഷ്ണ പത്നിമാരൊക്കെ തന്നെ ദേവസുന്ദരിമാരാണ്, ദേവസ്ത്രീകളാണ്. ദേവേന്ദ്രൻ കൊന്ന അസുരന്മാരാണ് രാജാക്കന്മാരായി, ദുഷ്ടരാജാക്കന്മാരായി പിറന്നത് എന്ന് പറഞ്ഞു നിർത്തി ഇന്നലെ 41 ശ്ലോകത്തിൽ. പിന്നീട് പറയുകയാണ് ഹിരണ്യകശിപോരംശ. ഹിരണ്യകശിപുവിൻ്റെ അംശം ആരാത്? ശിശുപാല ഉദാഹൃത. ശിശുപാലൻ അല്ലേ? ആ ചേതിപതിയായിരിക്കുന്ന ദമഘോഷന്റെ പുത്രൻ ശിശുപാലൻ, അത് ഹിരണ്യകശിപുവിൻ്റെ. ഹിരണ്യാക്ഷന്റെയോ ശിശുപാലന്റെ സഹോദരനായ ദന്തവക്ത്രൻ. പിന്നെയോ വിദ്രചിത്തിർ ജരാസന്ധ. വിദ്രചിത്തിയുടെ അംശമാണ് ജരാസന്ധൻ. അവിടെ ശല്യനോ പ്രഹ്ലാദ ഇത്യപി. ശല്യർ എന്ന് പറഞ്ഞാൽ പ്രഹ്ലാദന്റെ അംശമാണ് എന്നും പറയുന്നു. അപ്പോ ബൃഹദ്രഥന്റെ പുത്രനായി വിദ്രചിത്തിയുടെ അംശമായി ജരാസന്ധൻ, അതേപോലെ ഹിരണ്യകശിപുവിന്റെ അംശമായി ശിശുപാലൻ, ഹിരണ്യകശിപുവിന്റെ പുത്രനായ പ്രഹ്ലാദന്റെ അംശമാണ് ശല്യർ. കാലനേമിസ്തഥാ കംസ. കാലനേമിയാണ് കംസൻ. കേശി ഹയശിരാസ്തഥ. ഹയശിരസ് അതാണ് കേശി. കേശിയുടെ രൂപം അങ്ങനെ തന്നെയാണ് അല്ലേ? കുതിരയുടെ രൂപമുള്ള അസുരനാണ് കേശി. അപ്പൊ ഹയശിരസ്സാണ് ആ കേശിയുടെ ജന്മത്തിന് കാരണം, അല്ലെങ്കിൽ ഹൈശിരസിന്റെ അംശമാണ് കേശി, അല്ലെങ്കിൽ ഹൈശിരസ് തന്നെയാണ് കേശി. പിന്നെയോ അരിഷ്ടോ ബലിപുത്രസ്തു. ബലിയുടെ പുത്രനാണ് അരിഷ്ടൻ എന്ന രീതിയിൽ ഗോകുലത്തിൽ കാളയായി വന്ന് കൊല്ലപ്പെട്ട കകുത്മീ ഗോകുലേ ഹത. കാളയായി വന്ന് കൊല്ലപ്പെട്ട അരിഷ്ടൻ ഈ ബലിയുടെ പുത്രനാണ്. അനുഹ്ലാദോ ധൃതകേതുർ ഭഗദത്തോധ ബാഷ്കല. അനുഹ്ലാദന്റെ അംശമാണ് ധൃതകേതു. ആരാ അനുഹ്ലാദൻ? പ്രഹ്ലാദന്റെ സഹോദരൻ. ഭഗദത്തൻ അത് ബാഷ്കലന്റെ അംശമാണ്. ലംബ പ്രലംബ. ലംബനാണ് പ്രലംബനായി ജനിച്ചത്. ലംബ പ്രലംബ സഞ്ജാത ഖരോസൗ ധേനുഗോഭവൽ. ഖരൻ ആരായിട്ട് തീർന്നു? രാമായണത്തിലുള്ള ഖരൻ ഇപ്പോ ധേനുകനായി മാറി എന്നാണ്. പിന്നെ വാരാഹശ്ച കിശോരശ്ച. വാരാഹൻ കിശോരൻ, രണ്ട് ദൈത്യവും പരമദാരുണവും മഹാദുഷ്ടന്മാരായിട്ടുള്ള രണ്ട് ദൈത്യന്മാരാണ്. അവരാണ് മല്ലവും താവേവ സഞ്ജാതവും. അവര് ആ വാരാഹൻ ചാണൂരനായി, കിശോരൻ മുഷ്ടികനുമായി. മല്ലവും താവേവ സഞ്ജാതവും ഖ്യാതവും ചാണൂര മുഷ്ടികവും. ദിതിപുത്രസ്തഥാരിഷ്ടോ ഗജകുവലയാഭിധ. ദിതിപുത്രനായ അരിഷ്ടനാണ് കുവലയാപീഠം എന്ന 1000 ആനകളുടെ ശക്തിയുള്ള ആനയായി തീർന്നത്, ജനിച്ചത്. ബലിപുത്രി ബഗീഖ്യാത. ബലിയുടെ പുത്രി, അത് നമ്മൾ മറ്റൊരു കഥയിൽ കേട്ടിട്ടുണ്ട്. മഹാബലിയുടെ പുത്രിയാണ് പൂതന എന്ന് കേട്ടിട്ടുണ്ട്. അത് തന്നെയാണ് പറഞ്ഞത്. ബലിപുത്രി ബഗീഖ്യാത. ബഗി എന്ന് പൂതനയ്ക്ക് മറ്റൊരു പേര്. ഭഗസ്തനുജസ്മൃത. അവളുടെ അനുജനാണ് ഭഗൻ. യമോ രുദ്രസ്തഥാ കാമക്രോധശ്ചൈവ ചതുർത്ഥക. യമൻ, രുദ്രൻ, കാമൻ, ക്രോധം ഇവരുടെ അംശഭൂതന്മാരാണ് ബലവാനും ദ്രോണപുത്രനുമായിരിക്കുന്ന അശ്വത്ഥാമാവ്. അപ്പൊ ഇതൊക്കെ രുദ്രാംശമാണ് അശ്വത്ഥാമാവ് എന്ന് മറ്റൊരിടത്ത് പറഞ്ഞു. അതേപോലെ കാലന്റെയും കാമന്റെയും ക്രോധത്തിന്റെയും ഒക്കെ സ്വരൂപമാണ് അശ്വത്ഥാമാവ്. അശ്വത്ഥാമാവിന്റെ പ്രവൃത്തികൾ കാണുമ്പോൾ നമുക്കത് സ്പഷ്ടമാവുകയും ചെയ്യും. അംശാവതരണേ പൂർവം ദൈതേയാ രാക്ഷസാസ്തഥാ ജാതസർവേ സുരാംശാസ്തേ ക്ഷിതിഭാരാവതാരണേ. ക്ഷിതിഭാരം ഇല്ലാതെയാക്കാൻ വേണ്ടി അംശാവതാരം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ദൈതേയന്മാരും രാക്ഷസന്മാരും ദേവന്മാരും എല്ലാം തന്നെ അംശഭൂതരായി ജനിച്ചു എന്നും പറഞ്ഞു. ഏതേഷാം കഥിതം രാജൻ അംശാവതരണം നൃപാം. രാജാവേ, ഇപ്പോ ആ സുരാണാം ചാസുരാണാം ച പുരാണേഷു പ്രകീർത്തിതം. പുരാണത്തിൽ പറഞ്ഞിട്ടുള്ള, പ്രകീർത്തിക്കപ്പെട്ടിട്ടുള്ള, പ്രസിദ്ധരായിരിക്കുന്ന ദേവന്മാരുടെയും അസുരന്മാരുടെയും ഒക്കെ അംശാവതാരത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഏതേഷാം കഥിതം, ഞാനിതാ പറഞ്ഞു കഴിഞ്ഞു. യഥാ ബ്രഹ്മാദയോ ദേവ പ്രാർത്ഥനാർത്ഥം ഹരിം ഗത.
ഹരിണാച തഥാദത്തോ കേശൗ ഖലു സിതാസിതൗ. ബ്രഹ്മാദികളായിട്ടുള്ള ദേവന്മാര് ഭൂമിയുടെ ഭാരമില്ലാതെയാക്കാൻ വേണ്ടി പുരുഷ സൂക്തേന ആദിപുരുഷനായിരിക്കുന്ന ഭഗവാനെ പാലാഴിയുടെ തീരത്ത് പോയി സ്തുതിച്ചപ്പോ ആ ഹരിയോട് അപേക്ഷിക്കാൻ പോയ സമയത്ത് ഹരിണാച തഥാ ദത്തൗ. അപ്പോ എന്തു കൊടുത്തു? 2 മുടിയിഴകൾ അവർക്ക് കൊടുത്തതായിട്ട് പറഞ്ഞു. ഒന്ന് സിതവർണ്ണമാണ്, മറ്റൊന്ന് അസിതവർണ്ണമാണ്. സിതം വെളുപ്പാണ്, അതിൻ്റെ വിപരീതമാണ് അസിതം കറുപ്പ്. അപ്പോ ഈ വെളുപ്പും കറുപ്പും നിറമുള്ള 2 മുടിയിഴകൾ അവർക്ക് കൊടുത്തതായിട്ട് പറയപ്പെടുന്നു. ശ്യാമവർണ്ണ സ്തതകൃഷ്ണ, ശ്യാമവർണ്ണം ഉള്ളത്, അതുകൊണ്ട് കൃഷ്ണൻ ശ്യാമവർണ്ണനായി. ശ്വേത സംഘർഷണസ്തഥ. ബലരാമനോ സംഘർഷണൻ, അദ്ദേഹം വെളുത്ത നിറമുള്ളവനുമായി. ഭാരാവതരണാർത്ഥം തൗ ജാതൗ ദേവാംശ സംഭവവും. ഭൂമിയുടെ ഭാരം തീർക്കാൻ വേണ്ടി ജനിച്ച ദേവാംശ സംഭവന്മാരാണ് കൃഷ്ണനും സംകർഷണനും എന്ന് മനസ്സിലാക്കും. അംശാവതരണം ചെയ്തൽ ശൃണോതി ഭക്തിഭാവത. അതിൻ്റെ ഫലശ്രുതി പറയുകയാണ്. ഈ അധ്യായം സമർപ്പിക്കപ്പെടുകയാണ്. പറയുന്നു, ഈ അംശാവതരണം, ഈ അംശാവതാരങ്ങളെക്കുറിച്ച് ആരുടെയൊക്കെ അംശങ്ങളാണ് എന്നുള്ള കാര്യം ഭക്തിയോടുകൂടി കേട്ടാൽ, ശൃണോതി ഭക്തിഭാവത, ഭക്തിഭാവത്തോടുകൂടി ഇതിനെ കേട്ടാൽ സർവപാപ വിനിർമുക്തോ മോദത്തെ സ്വജനൈർവൃത. പാപങ്ങളിൽ നിന്നൊക്കെ മോചനം നേടി തൻ്റെ ആളുകളോടുകൂടി, സ്വജനങ്ങളോടുകൂടി, ബന്ധുക്കളോടും ഒക്കെ കൂടി സുഖമായിട്ട് കഴിയാൻ ഇടവരും. മോദത്തെ സ്വജനൈർവൃത, തൻ്റെ ജനങ്ങളോടുകൂടി സുഖമായിട്ട് കഴിയാൻ ഇടവരും എന്ന ഫലശ്രുതി കൂടി പറഞ്ഞുകൊണ്ടാണ് ശ്രീമദ് ദേവി ഭാഗവതം 4-ാമത്തെ സ്കന്ധത്തിൽ 22-ാമത്തെ അധ്യായം അവിടെ സമർപ്പിക്കുന്നത്. നാളെ നമുക്ക് അടുത്ത അധ്യായത്തിലേക്ക് കടക്കാം. അവിടെയാണ് ശ്രീകൃഷ്ണന്റെ അവതാര രംഗങ്ങളൊക്കെ വർണ്ണിക്കുന്നത്. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവന്മാരും കീർത്തിച്ചിടും അമ്മേ നിൻ ലീല, ഭദ്രേ അത്ഭുതമാം ലീല. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കഥനമൊഴിഞ്ഞിടാൻ അമ്മേ വദനം കാണേണം, സദയം നിന്നുടെ രൂപം ഞങ്ങൾ ആരതിയൊഴിയുന്നു, ലക്ഷ്മി ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു.
അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം പതിയേ, കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം തനിയേ, കാക്കുക നീയൻ ജീവിത നൗകയെ കരുണാസാഗരമേ, ദേവി ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു, അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാൻ, കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാൻ, കരുണാമൃതവർഷിണിയാം ദേവി കാൽക്കൽ വീഴുന്നു, ഞങ്ങൾ കാലിണ കഴുകുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു, അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ജയ ജഗദീശ്വരിയേ ദേവി, ജയ ജഗദീശ്വരിയേ, ജയ ജയ ഭാർഗവി മാധവി ഭദ്രേ, ജയ ജഗദീശ്വരിയേ അമ്മേ, ജയ ജഗദീശ്വരിയേ. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു, അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവി നാരായണി നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരി യൽപൂജിതം മയാ ദേവി പരിപൂർണം തതസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ. സർവേ സന്തു നിരാമയാ. സർവേ ഭദ്രാണി പശ്യന്തു. മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ. തമസോ മാ ജ്യോതിർഗമയ. മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു. ഗോത്രാഭിവൃദ്ധി ധനധാന്യ സമൃദ്ധിരസ്തു. ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു. വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ.